നമസ്കാരം. പ്രകാശ് ബാബുവിനെ ചവിട്ടി തള്ളി ഒതുക്കി CPIയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വഴിവിട്ട ഗ്രൂപ്പ് കളി. അന്തരിച്ച കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ CPI കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയെ നിർദ്ദേശിക്കാൻ CPI ദേശീയ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ സമാപിക്കുന്ന ദേശീയ കൗൺസിൽ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ ആനി രാജ, കെ പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് കാനത്തിന് പകരം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തഴയപ്പെട്ട പിറകെ സംഘടനാ പദവിയിൽ നിന്നും പ്രകാശ് ബാബുവിനെ തഴഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ബിനോയ് വിശ്വമാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ മലയാളിയായി ഉള്ളത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ബിനോയ് സംസ്ഥാന സെക്രട്ടറിയായി കേരളത്തിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടി കേന്ദ്രത്തിലുള്ള ആനി പരിഗണിക്കപ്പെട്ടതാണെന്ന് CPI കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ദേശീയ നിർവാഹക സമിതിയിലും പ്രകാശ് ബാബുവിനേക്കാൾ സീനിയറാണ് ആനി രാജ എന്നതും എടുത്തു പറയേണ്ടതായുണ്ട്. പ്രകാശ് ബാബുവിന്റെ പേരാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ആദ്യം പ്രചരിച്ചതെങ്കിലും പിന്നീട് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീറിനെ നിർവാഹക സമിതി തീരുമാനിക്കുകയായിരുന്നു. എന്നെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല, ഒന്നിന്റെയും പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആനിയെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ഉൾപ്പെടുത്തി. അർഹതപ്പെട്ടത് ആനിക്ക് ലഭിച്ചു, സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു പ്രകാശ് ബാബു പറഞ്ഞത്. അതേസമയം കേരളീയം ടൂറിസം ഉൾപ്പെടെയുള്ള മേളകൾക്ക് പിന്നാലെ പോയ കേരളത്തിലെ LDF സർക്കാർ ജനകീയ പ്രശ്നങ്ങൾ മറന്നുപോയെന്നാണ് CPI ദേശീയ കൗൺസിൽ യോഗത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് CPI ഭരണത്തിന്റെ ഭാഗമായ പിണറായി സർക്കാരിനെതിരെ നേതാക്കളുടെ വിമർശനമുണ്ടായത്. സപ്ലൈകോ സ്റ്റോറുകൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലും മേളകൾക്ക് പിന്നാലെ പോകുന്നത് ഇടത് സർക്കാരിന് ചേർന്നതല്ല. മേളകളും മറ്റും നടത്തുന്നത് നല്ലതാണെങ്കിലും ജനങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്നതിനാണോ മേള നടത്തുന്നതിനാണോ മുൻഗണന നൽകേണ്ടത് എന്ന കാര്യം മറന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചതായും CPI പിണറായി ഭരണത്തെ കുറ്റപ്പെടുത്തുന്നു. പിണറായി സർക്കാരിന്റെ ജനകീയ അടിത്തറ മെച്ചപ്പെടുത്താൻ നടത്തിയ നവകേരള സദസ്സ് ഫലം നൽകിയില്ല. ഭരണപരമായ പ്രവർത്തനം മാത്രമായി അത് ചുരുങ്ങി. അതിനെ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. നവകേരള സദസ്സ് നടത്തിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയതെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണത്തിനും യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി.